നമസ്കാരം. ഉഭയകക്ഷി ബന്ധം എത്രയും വേഗം സാധാരണ നിലയിലാക്കാൻ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 5 വർഷത്തിനു ശേഷം നടക്കുന്ന ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് ലിൻ ജിയോൺ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. ഈ വിവരം പുറത്തായതോടെ ഇരു രാജ്യങ്ങളും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ചർച്ചകളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അറിയാൻ. ആ കാത്തിരിപ്പിന് ഇപ്പോൾ അവസാനമായിരിക്കുകയാണ്. ഇന്ത്യയുടെയും ചൈനയുടെയും പ്രത്യേക പ്രതിനിധികളുടെ 23ാമത് യോഗത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്നലെ ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ കസാനിൽ അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയിലുണ്ടാക്കിയ ധാരണയുടെ അനുസരിച്ചായിരുന്നു കൂടിക്കാഴ്ച. മൊത്തത്തിലുള്ള ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു രാഷ്ട്രീയ വീക്ഷണം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം പ്രത്യേക പ്രതിനിധികൾ ഊന്നിപ്പറഞ്ഞു. അജിത് ഡോവലും വാങ് യിയുമായുള്ള ചർച്ചയിൽ പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ സമവായത്തിലെത്തിയതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് ന്യായവും പരസ്പര സ്വീകാര്യവുമായ ചട്ടക്കൂട് വേണം. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ തങ്ങളുടേതായ രാഷ്ട്രീയ വീക്ഷണം ഇരു രാജ്യങ്ങളും നിലനിർത്തണം എന്നതായിരുന്നു ആദ്യത്തെ തീരുമാനം. കൂടാതെ 2024 ഒക്ടോബറിലെ ഏറ്റവും പുതിയ സേനാ പിന്മാറ്റ കരാർ നടപ്പിലാക്കുന്നത് ഇരു നേതാക്കളും അനുകൂലമായി പ്രതികരിച്ചു. ഇതുകൂടാതെ അതിർത്തി പ്രശ്നങ്ങളിൽ ശാന്തതയും സമാധാനവും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ സ്വാഭാവികമായ വികസനത്തിന് അതിർത്തി പ്രശ്നങ്ങൾ തടസ്സമാകരുതെന്നും അവർ ഊന്നിപ്പറഞ്ഞു. അതിർത്തി പ്രശ്നത്തിന് ന്യായമായതും യുക്തിയും ഭദ്രവും പരസ്പര സ്വീകാര്യവുമായ പരിഹാരം തേടുന്നത് തുടരാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരുപക്ഷവും വീണ്ടും ഉറപ്പിച്ചു. 2005 ഇരു രാജ്യങ്ങളുടെയും പ്രത്യേക പ്രതിനിധികൾ അംഗീകരിച്ച രാഷ്ട്രീയ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും ഇത്. ഈ പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇരു രാജ്യങ്ങളും പ്രതിജ്ഞയെടുത്തു. ഇന്ത്യൻ തീർത്ഥാടകരുടെ ടിബറ്റിലേക്കുള്ള യാത്ര പുനരാരംഭിക്കുക, അതിർത്തി കടന്നുള്ള നദീതട സഹകരണം, നാഥുല അതിർത്തി വ്യാപാരം എന്നിവ ഉൾപ്പെടെ അതിർത്തി കടന്നുള്ള കൈമാറ്റങ്ങളും സഹകരണവും ശക്തിപ്പെടുത്താൻ ധാരണയായിട്ടുണ്ട്. സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് മീറ്റിംഗ് മെക്കാനിസം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരുപക്ഷവും സമ്മതിക്കുകയും തുടർ നടപടികൾ നടപ്പിലാക്കാൻ ചൈന ഇന്ത്യ വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ ഓൾ ബോർഡർ അഫയേഴ്സ്മെന്റ് നിർദ്ദേശം നൽകുകയും ചെയ്തു. പ്രത്യേക പ്രതിനിധികളുടെ അടുത്ത റൗണ്ട് ചർച്ചകൾ നടത്താൻ പരസ്പരം സൗകര്യപ്രദമായ സമയത്ത് NSI ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അതേസമയം ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണ്. ഇരു രാജ്യങ്ങളുടെയും പ്രധാന താൽപര്യങ്ങളെയും ആശങ്കകളെയും പരസ്പരം ബഹുമാനിക്കുക, ചർച്ചയിലൂടെയും ആശയവിനിമയത്തിലൂടെയും പരസ്പര വിശ്വാസം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 2019 ഡിസംബറിലാണ് ഇന്ത്യയുടെയും ചൈനയുടെയും പ്രത്യേക പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടന്നത്. ഇതിനുശേഷം ഇപ്പോഴാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചർച്ച നടത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമ്പൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.